സോ പൊട്ടൻഷ്യോമീറ്റർ നമ്മളിപ്പോൾ പറഞ്ഞു മീറ്റർ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷനാണ്. അത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ചോദ്യം വരും, ആപ്ലിക്കേഷൻ ഓഫ് മീറ്റർ ബ്രിഡ്ജ്. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്കുണ്ടായിരുന്നു. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ അറിയാവുന്ന 3 റെസിസ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അറിയത്തില്ലാത്ത ഒരു റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം പൊട്ടൻഷ്യോമീറ്റർ വന്നു കഴിഞ്ഞപ്പം അറിയാവുന്ന ഒരു റെസിസ്റ്റൻസ് കൊണ്ട് അറിയത്തില്ലാത്ത അടുത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പൊട്ടൻഷ്യോമീറ്റർ എന്തിനാണ്? സോ potentiometer is defined as, actually it is a device used to find out 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ഏതെങ്കിലും 2 ബാറ്ററി അല്ലെ 2 സെല്ല് തന്നു കഴിഞ്ഞാൽ കമ്പയർ ഓർ ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെ എനിക്ക് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ രണ്ടാമത്തെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ടാമതായിട്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ EMF ഓഫ് എ സെൽ. ഒരു സെല്ല് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഒരു സെല്ല് E1 പ്രൈമറി സർക്യൂട്ടിൽ കൊടുക്കുക, സെക്കൻഡറി സർക്യൂട്ടിൽ കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സെല്ലിന്റെ EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് EMF കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇതിങ്ങനെ ചോദിക്കും, എന്തിനാണ് നമുക്കിപ്പം നമ്മൾ പറഞ്ഞ പോലെ കിർച്ചോഫ് ലോ കഴിഞ്ഞ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കഴിഞ്ഞ് മീറ്റർ ബ്രിഡ്ജ് കഴിഞ്ഞ് പൊട്ടൻഷ്യോമീറ്ററിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് കമ്പയർ ദ EMF ഓഫ് 2 സെൽ. കമ്പയർ ദ EMF ഓഫ് ഇനി ഇവിടെ ആദ്യമായിട്ട് ആപ്ലിക്കേഷനായിട്ട് You are the host now, you are the co-host now. അതങ്ങനെ നിന്നോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് 3 തരം ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, പൊട്ടൻഷ്യോമീറ്ററിൽ തന്നെ നമുക്കറിയാം ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫൈൻഡ് ഔട്ട് ദ EMF ഓർ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ. ഒരു ബാറ്ററി കൊടുക്കുന്നതിന്റെ EMF എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി ഒന്നിൽ കൂടുതൽ ബാറ്ററി ഒരു സർക്യൂട്ടിൽ കൊടുത്താൽ ആ 2 ബാറ്ററികളുടെ EMF തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ദ EMF ഓഫ് 2 സെൽ. അപ്പൊ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം കമ്പയർ ദ EMF ഓഫ് 2 സെൽ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മളിപ്പം നമ്മളുടെ കയ്യിലൊരു 2 ബാറ്ററി ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ബാറ്ററി എന്ന് പറയുന്നത് E1 ഫസ്റ്റ് ബാറ്ററി. രണ്ടാമതൊരു ബാറ്ററി ഉണ്ട് E2. ഇതിൽ ഏതാണ് വലിയ ബാറ്ററി, അല്ലെ ഏത് ബാറ്ററിയുടെ EMF ആണ് കൂടുതൽ, ഏത് ബാറ്ററിയുടെ EMF ആണ് കുറവ്, അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് നമ്മൾ പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ അതിന്റെ ഹെഡിങ് ഇതാണ്, കമ്പയർ ദ EMF ഓഫ് 2 സെൽ. ഇതിന് നമ്മൾ കഴിഞ്ഞ ദിവസം മീറ്റർ ബ്രിഡ്ജ് പറഞ്ഞ പോലെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 2 സർക്യൂട്ട് ഉണ്ട്. ആദ്യത്തെ സർക്യൂട്ടിനെ നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് വിളിക്കും. പ്രൈമറി സർക്യൂട്ട് നമ്മൾ അതിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പം നമുക്കൊരു ബാറ്ററി, മെയിൻ ബാറ്ററി വേണം സർക്യൂട്ട് പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് ഇവിടെ ഇ ഡാഷ് എന്ന് എഴുതിക്കുന്നു. അല്ല EMFന് എപ്സിലോൺ എന്നും എഴുതാറുണ്ട്. ഇ ഡാഷ് അല്ലെങ്കിൽ എപ്സിലോൺ ഡാഷ് എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്കറിയാം റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ, റെസിസ്റ്റൻസിനെ വേരി ചെയ്ത് ഒരു സർക്യൂട്ടിൽ കൊടുക്കാനുള്ള ഇൻസ്ട്രുമെന്റ്. ഒരു റെസിസ്റ്റർ വരയ്ക്കുക, അതിലൊരു ക്രോസ് ആയിട്ടുള്ള ഒരു ആരോ വരയ്ക്കുന്നു. ഇനി ആ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ അല്ലെ ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു കീ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് റിയോസ്റ്റാറ്റ് RH, ഇതൊരു കീ. ഇനി അതിങ്ങ് വന്നിട്ട് അതിൻ്റെ ഒരറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വയർ എടുത്തായിരുന്നു. ആ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ. ഇവിടെ എന്നാ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് 10 മീറ്റർ ആണ് ലെങ്ത്. ഇപ്പം ഇവിടുത്തെ പോയിന്റിനെ എയും ഇവിടുത്തെ പോയിന്റിനെ സി എന്നും വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ ഉള്ള 10 വയർ ഒന്നിങ്ങ് പോവും, പിന്നെ രണ്ടാമത്തത് ഇങ്ങോട്ട് വരും, മൂന്നാമത്തത് ഇങ്ങോട്ട് പോവും, നാലാമത്തത് ഇങ്ങ് വരും, അഞ്ചാമത്തെ അങ്ങോട്ട് പോവും, 6, 7, 8, 9, 10. അപ്പം എ മുതൽ സി വരെയുള്ള ലെങ്ത് എത്രയാ? എ ടു സി, AC = 10 മീറ്റർ. അതാകട്ടോ മീറ്ററായി എഴുതി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എ മുതൽ ഇവിടെ ഒരു പോയിന്റ് ഇവിടം വരെ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ, 7 മീറ്റർ, 8 മീറ്റർ, 9 മീറ്റർ, 10 മീറ്റർ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ എടുത്ത മീറ്റർ ബ്രിഡ്ജിൽ ആകെ 1 മീറ്റർ ലെങ്ത് ഉള്ള വയർ എടുത്ത്. ഇനി എന്നാന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ വരച്ചില്ല, ഇത്രയും. അതായത് നമ്മൾ ആദ്യം ഈ പറയുന്നത് പോലെ ഒരു ബാറ്ററി കൊടുത്തു, ഒരു റിയോസ്റ്റാറ്റ്, ഒരു കീ. ഇത്രയും സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട്. അപ്പൊ പ്രൈമറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന് ആവശ്യമായ വോൾട്ടേജ് അല്ല EMF സപ്ലൈ ചെയ്യുന്നു. ആ EMFനെ വേരി ചെയ്യിപ്പിച്ചുകൊണ്ട് പല അളവിൽ അളന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, പല വോൾട്ടേജ് അല്ലെങ്കിൽ EMF കൊടുക്കണമെങ്കിൽ റിയോസ്റ്റാറ്റ് നമുക്കറിയാം. റിയോസ്റ്റാറ്റിൽ ഇങ്ങനെ മുകളിൽ നമുക്ക് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറ്റാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു മാറ്റിയിടാം. അപ്പോൾ റിയോസ്റ്റാറ്റ് മാറ്റുന്ന അനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറിക്കിട്ടും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. ഇനി സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട EMF വ്യത്യാസമുള്ള 2 സെല്ലുകൾ. ഇവിടെ എനിക്കൊരു സെല്ലുണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ്. ഇവിടെ എനിക്ക് രണ്ടാമത്തെ ഒരു സെല്ലും കൂടെ ഉണ്ട്, അതും ഇതുപോലെ പോസിറ്റീവ്, നെഗറ്റീവ്. കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഉണ്ടോ? പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ. ആ പോസിറ്റീവിലേക്കായിരിക്കണം ഇതിൻ്റെ കണക്ഷനും ഇതിൻ്റെ കണക്ഷൻ. വരയ്ക്കുമ്പോൾ അത് തെറ്റിച്ച് കളഞ്ഞാൽ ഇത് മുഴുവൻ തെറ്റായിരിക്കും. ഇനി എന്നാന്ന് വെച്ചാൽ ഈ കണക്ഷനെ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു, ഈ കണക്ഷനെ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ രണ്ടിനെ മെയിൻ കണക്ഷനെ ഒരു കണക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി എന്നാന്ന് വെച്ചാൽ 3 കീ ഇടാൻ പറ്റുന്ന, ഇവിടെ ഒരു കീ ഇടാം, ഇവിടെ ഒരു കീ ഇടാം, ഇവിടെ ഒരു കീ ഇടാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിങ് എടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ആദ്യത്തെ ബാറ്ററി, അതിനെ ഞാൻ E1 എടുത്ത് അല്ലെ ε1 എടുത്ത്, ഇവിടെ വരുന്നതിൻ്റെ EMFനെ ε2 എടുത്ത്, ε1നെ നമ്മുടെ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്യുന്നത് K1 എന്ന് പറയുന്ന കീ, ε2നെ നമ്മളോട് കണക്ട് ചെയ്യുന്നത് K2 എന്ന് പറയുന്ന കീ. ഇവിടെ E ഡാഷ് അല്ലെ ε' ആണെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്നതിനെ K ഡാഷ് എന്ന് ഇടാം. ഇനി നമ്മൾ പറഞ്ഞ പോലെ അവിടുന്ന് നമ്മളൊരു ഗാൽവനോമീറ്റർ കൊടുക്കുക. ഗാൽവനോമീറ്ററിന്റെ അറ്റത്ത് തന്നെ ചെയ്യണം, ഒരു ജോക്കി കണക്ട് ചെയ്യണം. ആ ജോക്കി നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റെ കൊണ്ടേ കണക്ട് ചെയ്യണം. ജോക്കി ഇവിടെ കൊണ്ടേ കുത്തമ്പലാണ്. ഈ ഗാൽവനോമീറ്ററിന്റെ ലെങ്ത് ബാലൻസ് ആണ്. അപ്പൊ എ മുതൽ ജോക്കി എവിടെ, ഇവിടെ ഇപ്പോഴാണ് ഇത് 1 മീറ്റർ, പിന്നെ ഇവിടുന്ന് അളക്കാൻ തുടങ്ങാം കേട്ടോ. 5, 10, 15 സെന്റിമീറ്റർ. അപ്പം 1 മീറ്ററും 15 സെന്റിമീറ്റർ, അപ്പം 115 സെന്റിമീറ്റർ. ആ പോയിന്റിനെ ബി എന്ന് വിളിച്ചു. ഇപ്പം നമ്മൾ വരച്ച ഇത്രയും സ്ഥലങ്ങൾ, ഇതാ എവിടെ മുതൽ
ഈ സെക്കൻഡറി സെല്ലുകൾ 2 കൊടുത്ത് കമ്പയർ ചെയ്യാൻ വേണ്ടി വരച്ച ഈ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സർക്യൂട്ട്. അപ്പം 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കണം. പൊട്ടൻഷ്യോമീറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു ബാറ്ററി വേണം. ആ ബാറ്ററി ഒരു റിയോസ്റ്റാറ്റും ഒരു കീയുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഈ പടത്തിൽ നിങ്ങൾ എ എന്ന് പറഞ്ഞ പോയിന്റ് നീട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. AC 10 മീറ്റർ എന്ന് എഴുതിയാൽ പോരെ. ഇങ്ങനെ 10 മടക്കുകളുണ്ട്. വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നോക്കുമ്പോൾ അല്ലെ പഠിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ നോക്കാനും പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. 10 മീറ്റർ, ഓരോ മീറ്ററുള്ള 10 ഇത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നു, ഈ ജോക്കി ഇവിടെ മുതൽ ഓടിച്ചു കൊണ്ടുവന്ന് എവിടെയാണോ ബി വരുന്നത്, ബി എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ബാലൻസിങ് ലെങ്ത് ആവും. ഇപ്പൊ ജോക്കി നമ്മൾ എ മുതൽ സി, ജോക്കി നമ്മൾ എ മുതൽ സി വരെ ഓടിക്കുമ്പം മറ്റേ പർട്ടിക്കുലർ പോയിന്റ് ബിയിൽ എത്തിക്കഴിയുമ്പോൾ എന്നാ പറ്റും, ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ 0 ആവും. ഓർ IG എന്ന് പറയുന്ന വാല്യൂ 0 ആയി. അതായിരുന്നു നമ്മളുടെ ഏറ്റവും ആദ്യത്തെ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ അല്ലെ. IG 0 ആകുമ്പം P/Q = R/S എന്ന് നമ്മൾ എഴുതി. ഇനി എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, അല്ലെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ബാറ്ററി E' ഓൺ ചെയ്യുന്നു, പവർ കൊടുക്കുന്നു, റിയോസ്റ്റാറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വിച്ചിനകത്ത് കീ ഇടുന്നു. ഇപ്പൊ സർക്യൂട്ട് ഓൺ ആയി. കറണ്ട് ഇവിടുന്ന് ഇവിടെ എത്തി, ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എത്തി, ഇവിടുന്ന് ഇവിടെ കറണ്ട് ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നോക്കിയേ, എനിക്ക് K1 ഉണ്ട്, K2 ഉണ്ട്. അത് രണ്ടും 2 കീകളാണ്. K1 എന്ന് പറയുന്ന കീ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് മുകളിലൂടെ കയറി വെച്ച് ഇതിലൂടെ അങ്ങ് പോകും. ഈ K1 നമ്മൾ ഇടുമ്പം ഈ സർക്യൂട്ടിലോട്ട് മാത്രം കറണ്ട് ഇങ്ങനെ പോകും. അപ്പം അത് മാത്രം നമുക്ക് ആദ്യം എടുക്കാം. അപ്പം K1 എന്ന് പറയുന്ന സ്വിച്ച് ഓണായി, അല്ലെങ്കിൽ K1 എന്ന് പറഞ്ഞ കീ ഇട്ട് കഴിഞ്ഞപ്പം K1 ഓൺ ആയപ്പം ε1 അല്ലെങ്കിൽ E1 എന്ന് പറയണ അതിലൂടെ മാത്രം കറണ്ട് ഒഴുകി. അപ്പൊ ഞാൻ ജോക്കി കൊണ്ട് നടന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് ബി കിട്ടി. അതിപ്പോ ഞാൻ പറയുന്ന പോലെ 100ഉം 110 ഇരിക്കട്ടെ. ആ ലെങ്തിനെ ഞാൻ L1 എന്ന് നമ്മുടെ എക്സ്പെരിമെന്റിൽ മെഷർ ചെയ്തെടുത്തു. അതായത് ബാറ്ററി E1 ഘടിപ്പിച്ചപ്പം എനിക്ക് കിട്ടിയ ലെങ്ത് L1. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L1. ഇനി ഞാൻ എന്നാ ഇത് രണ്ടാമത് ഇവിടെ ഇരുന്ന ബാറ്ററി ഊരി. അപ്പൊ E1 ആയിട്ട് കണക്ഷൻ ഇല്ല. ആ ബാറ്ററി എടുത്ത് E2 ഇട്ടു. E2 ഇട്ട് കഴിഞ്ഞപ്പം E2 മാത്രം ഓണായി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സർക്യൂട്ട് ഓണായി, ഇതിലെ കറണ്ട് പോയി. മനസ്സിലായോ? ഇത് ഓപ്പൺ ആണ്. അവിടുന്ന് ഒരു കീ എടുത്ത് ഇങ്ങോട്ടിട്ട്, ഇതെപ്പോഴും കീ ഇട്ടേക്ക്, എന്നാലും ഇങ്ങോട്ട് കടന്നു പോകും. അപ്പം ഗാൽവനോമീറ്ററിലൂടെ വന്ന് അപ്പൊ എനിക്ക് വേറൊരു പോയിന്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഇവിടെയാ കിട്ടിയെന്ന് നോക്കുക. 1 മീറ്റർ, 2 മീറ്റർ, 2.5 മീറ്റർ. അപ്പം ഈ ε2 എന്ന് പറയുന്ന ബാറ്ററി കൊടുത്തപ്പം L2 എന്ന് പറയുന്ന ഒരു ലെങ്ത് കിട്ടി. അല്ലെങ്കിൽ E2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതി കഴിഞ്ഞാൽ, ആദ്യത്തെ ബാറ്ററി മാത്രം ഘടിപ്പിച്ചിട്ടുള്ള L1 ഞാൻ അളന്നെടുത്ത്, ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ വാല്യൂ എത്രയായിരുന്നു, 125 അത്രയും സെന്റിമീറ്റർ. രണ്ടാമത് പറഞ്ഞത് 100, 200, 250 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ 2 ഇക്വേഷൻ തമ്മിൽ നമുക്ക് ഹരിക്കാം, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി. E1/E2 ഈക്വൽ ടു L1/L2. നോക്കിയേ, L1/L2 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. സോ E1/E2 ഈക്വൽ ടു, നമ്മളിപ്പോൾ ചെയ്ത പോലെയാണെങ്കിൽ 125/250 സെന്റിമീറ്റർ ആണ്, വെട്ടിക്കളയാം, 1/2 എന്ന് വരും. അപ്പം E1 രണ്ടങ്ങ് കൊണ്ടേ മുടിച്ചാൽ 2 × E1 = E2. കണ്ടോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബാറ്ററി, ഇവിടുത്തെ E2 എന്ന് പറയുന്നത് E1ന്റെ EMFനെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച്
രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യുന്നു. ഇവിടെ വെച്ച് നിങ്ങൾ ഈ വാല്യൂ നിങ്ങൾക്ക് അറിയത്തില്ല. E1 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം? E1 ഈസ് ഈക്വൽ ടു E2 മുകളിലോട്ട് പോകും. E2 ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ L2. നോക്കിക്കേ, മനസ്സിലായാൽ എന്നെ എളുപ്പം ഇത് പഠിക്കാൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് that used to measure, first one, potentiometer, potential difference, EMF, compare the EMF. ഒരു കാര്യമോട് നമ്മൾ പറയാറുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഒരു ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബാറ്ററി നമ്മളുടെ സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോഴത്തേന് ആ ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്ന അകത്ത് ഇലക്ട്രോലൈറ്റുകളുണ്ട് അല്ലേ? ബാറ്ററിക്കകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിൻ്റെ നടുക്കൊരു കാർബൺ ഉണ്ട്. ഇതൊക്കെ മൂലം ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് ബാറ്ററിക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനും പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കും. ആദ്യത്തെ പൊട്ടൻഷ്യോമീറ്റർ എന്നാന്ന് പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് the potential difference EMF and also used to compare the EMF between two cells and also find out the internal resistance of a cell. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്നാണ്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ ആണ് പൊട്ടൻഷ്യോമീറ്റർ. മൂന്നാമതായി നമ്മൾ പറഞ്ഞു ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. മെയിൻലി ഇറ്റ് ഹാസ് ടു പാർട്ട്, പ്രൈമറി സർക്യൂട്ട് ആൻഡ് സെക്കൻഡറി സർക്യൂട്ട്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിലേക്ക് പോവാണ്. കമ്പയർ ദ EMF ഓഫ് ടു സെൽ. പ്രൈമറി സെല്ലിൽ ഇ പ്രൈം അല്ല എപ്സിലോൺ കൂട്ടി പറയല്ല, E1 കൂട്ടി പറഞ്ഞു, എപ്സിലോൺ കൂട്ടി പറഞ്ഞു, ഏത് പറഞ്ഞാലും സെറ്റൊന്നുമില്ല. ഇവിടെ എപ്സിലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ EMF ആണ്. EMFനെ സാധാരണ എപ്സിലോൺ നേടണം. അപ്പൊ ഒന്നെങ്കിൽ ഇതുകളെല്ലാം നിങ്ങൾ എപ്സിലോൺ ആക്കി മാറ്റിയാലും മതി. സോ എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു എപ്സിലോൺ 2 ഇൻറ്റു L2/R. പ്രൈമറി സർക്യൂട്ടിൽ നമുക്ക് ഓൺ ആക്കണം. നിങ്ങൾ ആ പടത്തിലോട്ട് നോക്കി, ഓൺ ആകാൻ വേണ്ടി ഒരു ബാറ്ററി കൊടുക്കണം, വാല്യൂ വേരി ചെയ്യിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് കോൾഡ് റിയോസ്റ്റാറ്റ് കൊടുത്തു, ഒരു സ്വിച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഒരു കീ ഉണ്ട്, കീയിലോട്ട് ആ കീ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഓൺ ആയി. അപ്പൊ ഇതിലൂടെ കറണ്ട് കയറി, ഇതിലൂടെ കറണ്ട് ഇവിടെ വന്നു. ഇനി ഇതിലെ കറണ്ട് ഇങ്ങനെ വന്നാൽ ഇതിലെ വന്ന് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് വന്നാൽ പിന്നെ എന്നാ ചെയ്യും? ഇതിലെ കയറി ജോക്കി എവിടെ കുത്തുന്നോ അവിടെ കുത്തി അതിലെ കടന്ന് ബാക്കി കമ്പികളുടെ കടന്ന് സികളുടെ വന്നതായി ഇവിടെ വന്ന് സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അതിന് നമ്മൾ രണ്ട് റൂട്ട് ഉണ്ടാക്കും. ഏതൊക്കെ ബാറ്ററിയുടെ ആണോ EMF എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ ഇതിന്റെ EMF ഇതിനെ സംബന്ധിച്ച് എത്ര മടങ്ങാണ്, ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അത് കണ്ടുപിടിക്കാൻ അതിന്റെ റേഷ്യോ കിട്ടിയാണ്. ആദ്യത്തെ സെല്ലിലോട്ട് കീ ഇൻസേർട്ട് ചെയ്യുക, ആദ്യത്തെ സെല്ല് മാത്രം സർക്യൂട്ടിൽ കണക്ട് ആവും. അപ്പൊ അത് വെച്ച് എനിക്കൊരു ബാലൻസിങ് ലെങ്ത് കിട്ടും. ഈ ബ്ലാക്ക് കൊണ്ട് നമ്മൾ വരച്ചത് 1 മീറ്റർ ആണെങ്കിൽ 1.25, ഒന്നെങ്കിൽ 1.25 അല്ല 125 സെന്റിമീറ്റർ എന്ന്. അതിനുശേഷം ആ കീ ഓപ്പൺ ചെയ്യുക. അപ്പൊ കറണ്ട് അതിലേ പോയി. ഇൻസേർട്ട് കീ ഓൺ K2 എന്ന് പറയുന്ന കീ ഓൺ ആക്കുക. K1 ഓഫ് ആണല്ലോ, ഓപ്പൺ ആണ്. ഇൻസേർട്ട് കീ ഓൺ K2, ദെൻ എപ്സിലോൺ 2 എന്ന് പറയുന്ന ബാറ്ററിയുടെ കറണ്ട് പോകും. അപ്പം കിട്ടിയ ബാലൻസ് ലെങ്ത് 250 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നമ്മൾ P/Q = R/S എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം, ഇതേ ബൈ ഇതിന്റെ ലെങ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L1, ഇതിന്റെ ലെങ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു L2. ഇപ്പൊ രണ്ടെണ്ണം തമ്മിൽ ഡയറക്ഷണൽ പ്രപ്പോർഷണാലിറ്റി ഉള്ളതുകൊണ്ട് ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി if it is equation number 1, this is equation number 2, we can divide equation number 1/2. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്നാ പറ്റും? E1/E2 is equal to L1/L2. അഗൈൻ E1/E2, അതിനകത്ത് E1 E2ന്റെ എത്ര മടങ്ങാണ്, അല്ലെ E2 E1ന്റെ എത്ര മടങ്ങാണെന്ന് കണ്ടുപിടിക്കാൻ E1 is equal to E2 into L1/L2. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് സ്കൂളിൽ എനിക്ക് തോന്നുന്നു പ്ലസ് 2 നിങ്ങൾക്ക് ചെയ്യാനുള്ളതായത്, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കീ ഇടുക, ഇതുപോലെ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ കീ ഇടുക, ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക, അതിനെ രണ്ടിനെയും തമ്മിൽ ഹരിക്കുക. അപ്പൊ നമുക്ക് കൃത്യം വാല്യൂ കിട്ടും. E1/E2 is equal to, ഇവിടെ കിട്ടിയത് ആദ്യത്തത് 1 മീറ്റർ, 1.25 മീറ്റർ നമ്മൾ അസ്യൂം ചെയ്ത് 125 ഡിവൈഡ് ബൈ 250 1/2. സോ 2E1 = E2. E2 എന്ന് പറഞ്ഞ ബാറ്ററിയുടെ EMF
E1 എന്ന് പറയുന്ന ബാറ്ററി EMFന്റെ 2 മടങ്ങ് തുല്യമാണ്. സോ ദാറ്റ് ഈസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ EMF ഓഫ് 2 സെൽ. 2 സെല്ലുകളുടെ EMF പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കമ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. മെയിൻലി നമുക്ക് വേണ്ട ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ പൊട്ടൻഷ്യോമീറ്റർ? എന്നാ എഴുതി ഉത്തരം ഞാൻ പറഞ്ഞു തരാം, പിന്നെ നിങ്ങൾ ഒന്നോടെ പഠിച്ചിട്ട് എഴുതിയാൽ മതി. പൊട്ടൻഷ്യോമീറ്റർ it is as a device used to find out potential difference and EMF കണ്ടുപിടിക്കാം. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെയുള്ള കമ്പയർ ദ EMF between two cell and also used to find out the internal resistance of a battery. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണ്? തൊട്ട് മുമ്പ് പഠിച്ച മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഇനി വരുന്ന ചോദ്യമാണ് വർക്കിംഗ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അതിനകത്ത് നമ്മൾ പഠിപ്പിച്ച ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് EMF ബിറ്റ്വീൻ ടു സെൽ. എൻ്റെ ഈ 2 ബാറ്ററി ഉണ്ട്. ആ 2 ബാറ്ററിയുടെ EMF എനിക്ക് അറിയത്തില്ല എങ്കിൽ അതിൽ ഒരു ബാറ്ററി മറ്റു ബാറ്ററിയുടെ EMF തമ്മിൽ എത്ര മടങ്ങ് അല്ലെ എത്ര വ്യത്യാസമുണ്ടെന്ന് EMF തമ്മിൽ കമ്പയർ ചെയ്യും. ഫൈനലി E1/E2 ഈസ് ഈക്വൽ ടു L1/L2. E1 കൊടുത്തിട്ടുള്ള ബാലൻസിങ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ഗാൽവനോമീറ്ററിലെ IG 0 ആകുന്നതാണ് ബാലൻസിങ് ലെങ്ത്. അങ്ങനെ E1 കൊടുക്കുക, ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുക. എവിടെ കൊണ്ടുപോയി മുട്ടിക്കുമ്പോഴാണോ ഗാൽവനോമീറ്റർ വാല്യൂ 0 ആകുന്നത് അത് കണ്ടുപിടിക്കുക. E2 കൊടുക്കുക, ജോക്കി ഓടിച്ചൊരു പോയിന്റ് കൊണ്ടുപോയി മുട്ടിക്കുക, ബാലൻസിങ് ലെങ്ത് വീണ്ടും 0 ആകും. ആ 2 കേസിലെയും ലെങ്ത് അളന്നെടുക്കുക. എന്നിട്ട് ε1/ε2 അല്ലെ E1/E2 എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയ ലെങ്തിനെ രണ്ടാം കിട്ടിയ ലെങ്ത് കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് 1/2 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2E1 ഈക്വൽ ടു E2. That is a working of potentiometer for the comparison of the EMF of 2 cell. ഇത്രയും ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാം. ഇപ്പം നമ്മളോട് പറയാൻ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള അറിയത്തില്ലാത്ത അൺനോൺ ആയിട്ടുള്ള 2 ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ EMF എങ്ങനെ കമ്പയർ ചെയ്യാം, അതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അപ്പം ആദ്യം എഴുതണം പൊട്ടൻഷ്യോമീറ്റർ. പക്ഷെ അത് ഇതാണെന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെ 3-ാം പാർട്ടിൽ യെസ് എഴുതാൻ പറ്റില്ല, പൊട്ടൻഷ്യോമീറ്ററിന് എഴുതി. കാരണം പൊട്ടൻഷ്യോമീറ്ററും തൊട്ട് മുമ്പ് പഠിച്ച മീറ്റർ ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസങ്ങളിരിക്കും. ഏതിൻ്റെ പ്രിൻസിപ്പിളാണ് അത്, അതിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞിരുന്നു. മൂന്നാമതായിട്ട് പറയാണ് വി ഹാവ് 2 സെൽ അല്ലെ 2 ബാറ്ററി വിത്ത് EMF E1 ആൻഡ് E2. ദെൻ ഇല്ലുസ്ട്രേറ്റ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യണം ടു ഫൈൻഡ് ഔട്ട് ഓർ കമ്പയർ ബിറ്റ്വീൻ ദ EMF ഓഫ് ദാറ്റ് 2 സെൽ. അപ്പം നമ്മൾ ഈ ഫിഗർ വരച്ച് പ്രൈമറി സർക്യൂട്ട് വരച്ച് സെക്കൻഡറി സർക്യൂട്ട് വരച്ച് K1 ഓരോ കീ ഇടുന്നു, ലെങ്ത് കണ്ടുപിടിക്കുന്നു, അടുത്ത കീ ഇടുന്നു, ലെങ്ത് കണ്ടുപിടിക്കുന്നു, ബാലൻസിങ് ലെങ്ത് 2 എണ്ണവും IG 0 ആകുന്ന കേസിൽ കണ്ടുപിടിക്കുന്നു. അത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷമുള്ള റേഷ്യോ കണ്ടുപിടിച്ച് ആ 2 ബാറ്ററി തമ്മിലുള്ള EMFന്റെ റേഷ്യോ അല്ലെ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കും. ക്ലിയർ?